നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. അയർലൻഡിൽ അടിയന്തര യോഗം ചേരുന്നു. ഭാവിയിലെ പ്രളയ ഭീഷണി കണക്കിലെടുത്ത് അടിയന്തര യോഗം ചേരാൻ നാഷണൽ എമർജൻസി കോഓർഡിനേഷൻ ഗ്രൂപ്പ്. കാർ പാർക്കിംഗ് മേഖലകൾ അടച്ചിട്ടു. കടൽ തീരത്തെ കാർ പാർക്കിംഗ് മേഖലകൾ അടച്ചുപൂട്ടി ഡബ്ലിൻ സിറ്റി കൌൺസിൽ. പ്രളയ സാധ്യത കണക്കിലെടുത്താണ് നടപടി. താരമായി ഇലക്ട്രിക് കാറുകൾ. അയർലൻഡിന്റെ കാർ വിപണി കീഴടക്കി ഇലക്ട്രിക് കാറുകൾ. പെട്രോൾ ഡീസൽ കാറുകളെക്കാൾ വൻതോതിലാണ് ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പന. ഡെയിൽ ബാറിലെയും റെസ്റ്റോറന്റിലെയും ഭക്ഷണത്തിന്റെ വില വർധനവ് ടിഡികൾക്കും സെനേറ്റർമാർക്കും തിരിച്ചടിയായി. ഇന്ത്യയുടെ 77ാം റിപ്പബ്ലിക് ദിനാഘോഷം ഗംഭീരമാക്കി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ്. അയർലൻഡ് മലയാളികൾക്ക് അഭിമാനമായി എയ്ഡൻ ബോബി. മൊണാക്കോയിൽ നടക്കുന്ന യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അയർലൻഡിനെ പ്രതിനിധീകരിക്കുകയാണ് എയ്ഡൻ. കുഞ്ഞുങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ വസ്തുക്കൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്ന നിർണായക കണ്ടെത്തലുമായി അയർലൻഡിലെ ഗവേഷകർ. അയർലൻഡിൽ ഗാൽവേ റിംഗ് റോഡിൽ വ്യക്തത വേണം. ഗാൽവേ റിംഗ് റോഡിനായുള്ള അംഗീകാരം ലഭിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് ബിസിനസ്സുകാർ. മുന്നറിയിപ്പുമായി HC. യൂറോപ്പിൽ 5ാം പനി പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ അയർലൻഡിലുള്ളവർക്ക് മുന്നറിയിപ്പുമായി HSC. വീടിന് തീയിട്ടു. സൌത്ത് ബെൽഫാസ്റ്റിൽ അക്രമികൾ വീട് അഗ്നിക്കിരയാക്കി. തീയും പുകയും കണ്ടയുടൻ വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടിയതിനാൽ വൻ അപകടം ഒഴിവായി. ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ തീരുവയുള്ള രാജ്യമായി ഇന്ത്യ. ഇന്ത്യയുമായുള്ള വ്യാപാര കരാറായെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതോടെയാണിത്. അമേരിക്കയുമായി ചർച്ചകൾ നടത്താൻ വിദേശകാര്യമന്ത്രിയോട് നിർദ്ദേശിച്ചതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ലോക്സഭയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള 8 MPമാർക്ക് സസ്പെൻഷൻ. നിയമങ്ങൾ പാലിക്കാൻ ആയില്ലെങ്കിൽ രാജ്യം വിട്ടു പോകാമെന്ന് വാട്സാപ്പിനോടും മാതൃസ്ഥാപനമായ മെറ്റയോടും നിർദ്ദേശിച്ച് സുപ്രീം കോടതി. പ്രതിപക്ഷ അംഗങ്ങൾ വാച്ച് ആൻഡ് വാർഡിനെ വടികൊണ്ടടിച്ചുവെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് മന്ത്രി P. രാജീവ്. കേരളം സെമിയിൽ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ആതിഥേയരായ അസമിനെ മറികടന്ന് കേരളം സെമിയിൽ. കൂടുതൽ സൗകര്യമൊരുക്കണം. മെസ്സിയെ കൊണ്ടുവരുന്ന തുക ഉപയോഗിച്ച് നമ്മുടെ കായിക താരങ്ങൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കുകയാണ് വേണ്ടതെന്ന് അഞ്ജു ബോബി ജോർജ്. മഴ വരുന്നു. കേരളത്തിൽ അടുത്ത 2-3 ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. മഴ മുന്നറിയിപ്പിൽ മാറ്റം. അയർലൻഡിലെ മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം. 8 കൌണ്ടുകളിൽ വ്യത്യസ്ത തരത്തിലുള്ള യെല്ലോ വാണിംഗ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.